ഞങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കണ്ടില്ലെങ്കിൽ മറ്റേ ആളെവിടെയെന്ന് അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾ അവരെ എല്ലാവരെയും കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഇവൾ നാട്ടിൽ വന്നേ പിന്നെ ഇന്നാണൊന്ന് ഫ്രീ ആയത്. ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി. കണ്ടവരെ എല്ലാവരെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അത്രയും നിരന്ന് കിടക്കുന്നുണ്ട്. താഴെത്തൊട്ട് മേലെ വരെ ഉള്ളവർ മൊത്തം ഞങ്ങൾ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് താത്തേൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. സാഹചര്യത്തിന് സമ്മതം മൂലം വരാൻ പറ്റിയില്ല. നമ്മളെ സാറാമ്മ ആർക്ക് നമ്മളെ സ്വപ്നേച്ചി സ്വപ്നേച്ചി ഒന്ന് വെളുത്തുണ്ട് കേട്ടോ, ഒന്ന് ലുക്കായിന്നേ. സാറാമ്മ ക്ഷീണിച്ച്. ഹസ്ബൻഡ് വന്നില്ലേ? മുട്ടായി എന്നെ ഇവര് കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി. അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടെങ്കിലും ഞാൻ ഓടി വരുന്നൊരു സ്ഥലമായിരുന്നത്. ഇതാണ് നമ്മുടെ അമ്മേ സ്വന്തം സ്ഥലമായിരുന്നു. ഇപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇനി സിലിൻ്റെ ആൻറ്റീനെ അങ്കിളിനെ ഒന്ന് കാണാൻ പോവാ. അവിടെ ചെന്നപ്പം ആൻറ്റി ഫുഡ് കഴിക്കാൻ പോയതാണ്. പിന്നെ ഇവിടുന്ന് കുറേ കഥ പറഞ്ഞിങ്ങനെ ഇരുന്ന്. അപ്പം അങ്കിൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇതുവരെ ചോറൊന്നും കഴിച്ചിട്ടില്ല, സമയം വൈകുന്നേരം ആവാനായി. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് കണ്ട അച്ചൂസ് ഹോട്ടലിൽ കയറി. അത്യാവശ്യം സദ്യക്ക് വേണ്ട എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നീ പോയാലും എന്നെ കാണണ്ടേ? എനിക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി താമരശ്ശേരി എത്തി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ അവളുടെ വീട്ടിൽ പോകണം. ഇവള് കൂടെ ഉണ്ട്. പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്റ്റില്ലിൻ്റെ അടുത്തൊന്ന് കയറിയത്. പക്ഷേ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിച്ച കൂട്ടത്ത് അവൾക്ക് ഒരു ചോറ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ചോറൊക്കെ കൊടുത്തു. ഞങ്ങൾ വന്ന പോലും അവൾ അറിഞ്ഞിട്ടില്ല. കറി ഒപ്പിക്കാൻ പറ്റിയുള്ളൂ. തിന്നിട്ടേ ഇങ്ങോട്ട് പോവുള്ളൂ. നീ ഇവിടെ ഇറങ്ങി. അങ്ങനെ അവളെയും കണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ വിട്ടു. പപ്പ കുറേ നേരം ഞങ്ങൾ വിളിക്കുന്നു. അപ്പോൾ എത്തിയ പാടെ പപ്പ ഞങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടായി തന്നു. എങ്ങനെ മനസ്സിലായി? ആർക്കും കൊടുക്കാതെ തന്നെ തിന്നു. അങ്ങനെയൊക്കെ ഗൾഫിൽ ഒരു മാർഗം കൊടുക്കൂല. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പറയാണ്ടോ? ഇനി അടുത്ത വരവിന് കാണാൻ. പിന്നെ അടുത്ത വരവിന്